ഹലോ, വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ഒട്ടും തന്നെ എണ്ണ ചേർക്കാത്തൊരു മയണൈസ് റെഡിയാക്കിയാലോ. അപ്പോൾ ഈ ഹെൽത്തി ആയിട്ടുള്ള മയണൈസ് റെഡിയാക്കാനായിട്ട് 2 മുട്ട ഞാനിവിടെ ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുട്ട ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ക്രഷ്ഡ് കുരുമുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ബട്ടർ, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടീസ്പൂൺ ചൊറുക്ക വിനിഗർ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് 2 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ നമ്മുടെ എണ്ണ ഒട്ടും ചേർക്കാത്ത ഹെൽത്തി മയണൈസ് ഇവിടെ റെഡിയായി കിട്ടും. മുട്ട ചേർക്കാത്ത മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴേക്കും നല്ല തിക്കായിട്ടുള്ള ഒരു മയണൈസ് നമുക്കിവിടെ കിട്ടും. ഇത് നമുക്ക് ബർഗറിലും സാൻഡ്വിച്ചസിലൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ബർഗറിൽ ഇത് യൂസ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബർഗറിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ കുറച്ച് സവാളയും ക്യാപ്സിക്കും ചിക്കനും നമ്മൾ ഈ ഉണ്ടാക്കിയ മയണൈസും കൂടിയിട്ട് മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള മയണൈസിൻ്റെ റെസിപ്പി തന്നെയാണ്.